എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊക്കെ എടുക്കുന്ന സമയത്ത് ഷിൻജാൻ വിളിച്ച് ഷിൻജാനും ഞാനും കൂടി ഇന്ന് സിറ്റിയിലോട്ട് പോകാൻ പ്ലാൻ ചെയ്തു. അവനക്ക് സിറ്റിയിലോട്ട് വേണം. പിന്നെ എൻ്റെ കയ്യിൽ KTM ഉണ്ട്. KTM-ൽ അവനെയും കൂടിയും കൊണ്ടുപോകുമെന്ന് വെച്ച് അപ്പം അവനെയും കൂടിയും കൊണ്ടുപോകാന്ന് പറഞ്ഞ് അപ്പം നമുക്ക് എന്തായാലും ആ സ്ഥലത്തോട്ട് പോവാം. ഒരുപാട് നാളായിട്ട് ഇവിടെ ഇരുന്ന് ഇപ്പം പിന്നെ വില്ലേജിലേക്ക് വന്നതാണ്. ഇപ്പം സിറ്റിയിലോട്ട് വന്നതാണ്. വില്ലേജിലാണ് ഞാൻ താമസിച്ചത്. ഷിൻജാനൊക്കെ എൻ്റെ അനിയനായതുകൊണ്ട് പിന്നെ അവനും കൂടെ ഉണ്ടായിരുന്നു. അവനും ഞാനൊക്കെ അവിടെ നിന്ന് താമസിച്ച് വളർന്നത്. വെക്കേഷനൊക്കെ അടുക്ക് വരും. എന്താ എൻ്റെ KTM ഞാൻ കാണിച്ചു. അപ്പം ഞാൻ ഷിൻജാനെ വിളിക്കാൻ പോട്ടെ. ഷിൻജാൻ്റെ വീട് നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റേ ഞങ്ങളുടെ സിറ്റി വില്ലേജിലാണ് ഷിൻജാൻ്റെ വീട്. അപ്പോൾ ഞാൻ ഷിൻജാനെ വിളിക്കാൻ പോട്ടെ. ഷിൻജാൻ്റെ വീട് പിന്നെ കുറച്ച് ദൂരെയാണ്. എന്തായാലും അത്യാവശ്യം ദൂരം ഉണ്ടാവും. പിന്നെ എൻ്റെ ഉള്ള KTM ആണ്. പിന്നെ ഇവിടെ KTM അധികം റയർ ബൈക്കൊന്നല്ല, എല്ലാവരും ഉള്ളതും KTM തന്നെയാണ്. പിന്നെ KTM പിന്നെ ഞാൻ പിന്നെ ഇതുമാണ് സ്റ്റെൻഡിങ് ആണെന്ന് ഞങ്ങൾക്കറിയാലോ. ഒയ്യോ വഴി മാറി വഴി പോയി. സ്ഥലം തെറ്റി എനിക്ക് അതിൽ കൂടെ അല്ലേ പോണ്ടേ. പിന്നെ എനിക്ക് പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ അറിയാവുന്നത് കൊണ്ട് എനിക്ക് പേടിക്കാനൊന്നുമില്ല. അതെ, ഈ ഭാഗത്ത് കൂടെ പോയിരുന്നെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് വീട്ടിലെത്താം. ഇതാണ് ഇവിടുത്തെ ഷോർട്ട് കട്ട്. ഇതേണ്ട എൻ്റെ വീട്ടിലോട്ട് ഞാൻ എത്താൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച ഷോർട്ട് കട്ടാണിത്. എനിക്കിത് എൻ്റെ പേരിലത്തെ ബിൽഡിംഗ് ആണ്. ഞാൻ വെറുതെ പൊട്ടനായി പോയല്ലോ. എന്തായാലും ഞാൻ പോട്ടപ്പ്. പിന്നെ ഇവിടുത്തെ വലിയ ഗ്യാങ്സ്റ്ററും കൂടിയാണ്. പക്ഷെ എനിക്ക് ഇവിടെ നിന്നിട്ട് രസമില്ല. ഞാൻ എന്തോ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ വന്നപ്പോഴും ഇതിൽ കൂടെ പോയിരുന്നത് ഇവിടുന്നോട് ഇതിൽ കൂടെ പോയിട്ട് ഇവിടെ അടുത്താണ് വില്ലേജ്. ആ ഷിൻജാൻ്റെ വീട് നിങ്ങൾക്ക് അറിയാലോ. അവൻ്റെ വീട് പിന്നെ വില്ലേജിലാണ് മറ്റേ റെഡ് വീട്. ഷിൻജാൻ്റെ വീട് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് ഷിൻജാൻ നിങ്ങൾ കാണാത്തവരെ എനിക്കും അറിയും. നിങ്ങളുടെ എൻ്റെ വീഡിയോയിലൊന്നും ഞാൻ ഷിൻജാനെ പറഞ്ഞില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ഷിൻജാൻ്റെ വീടൊന്നും. റെഡ് വീടാണ് ഷിൻജാൻ്റെത്. ഷിൻജാനെ ഞാൻ വിളിക്കട്ടെ. ഷിൻജാൻ്റെ നമ്പർ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ. ഷിൻജാനെ വേഗം വാടാ. അവിടെങ്ങളോ ഞാൻ ഇവിടെ തരണേ. ഷിൻജാനെ വേഗം വാ. ഷിൻജാൻ നമ്മളെ എത്തിയില്ല. ഷിൻജാനെ വന്ന് കയറ്റാൻ വേണ്ടിയില്ലേ. ഷിൻജാനെ ഒന്ന് കത് കയറി. ഷിൻജാൻ കയറിയില്ല. ഞങ്ങൾ എന്തായാലും സിറ്റിയിലോട്ട് പോയി പാടാട്ടയിൽ കൂടെ പോകാൻ. നീ ഒന്ന് വെയിറ്റ് ചെയ്ത് ഷിൻജാനെ. ട്രെയിനിൽ കൂടെ പോകണം ഗൈസ്. ട്രെയിനിൽ കൂടെ പോകണം. വില്ലേജ് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. ഞാനും ഷിൻജാനും പിന്നെ ബൈക്കിലാണ് പോണത്. ബൈക്കിലാണെങ്കിൽ പിന്നെ അവിടുത്തെ പിന്നെ ഞങ്ങളുടെ വില്ലേജ് ഇപ്പോൾ ഫുള്ള് ഇതായി, മോഡേണായി. ഇപ്പോൾ പുതിയ സ്ഥലങ്ങളൊക്കെ വന്ന് പിന്നെ ഇപ്പോൾ ആൾക്കാരുടെ ഒക്കെ ബൈക്ക് സൂപ്പറായി. ഇവിടുത്തെ സിറ്റിയിലത്തെ ആൾക്കാരെന്ന് വെച്ചാണ് ഇപ്പം സിറ്റിയിലത്തെ ആൾക്കാർ മാത്രമായിരുന്നു. ഇപ്പം വില്ലേജിലത്തെ ആൾക്കാർ, എൻ്റെ വില്ലേജിലത്തെ ആൾക്കാരെന്ന് വെച്ചാണ്. ഇനി എന്തായാലും വില്ലേജ് എത്തിയിട്ട് ഞാൻ ആ വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം നിങ്ങൾക്ക്. ഷിൻജാനെന്താ വീടൊക്കെ അറിയാം. ഷിൻജാൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തൊരു പേരറിയും. ഞാൻ ഷിൻജാൻ്റെ പേര് പറഞ്ഞിട്ട് ഷിൻജാൻ്റെ പേര്. ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യാത്ത. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് എയർപോർട്ട് കാണണമല്ലേ. എയർപോർട്ടൊന്നും കണ്ട എന്തിട്ട് ഞാൻ വേറെ രാജ്യത്തൊക്കെ നല്ല പോണത്. പെട്രോൾ അടിക്കണം. പെട്രോളില്ല ഷിൻജാനെ. പെട്രോൾ സ്റ്റാൻഡ് ഇവിടെ എടുത്താട്ടോ. അവിടെയാണ് പെട്രോൾ അടിക്കട്ടെ. പെട്രോൾ അടിക്കാൻ പോകുകയാണ്. അയ്യോ പെട്രോൾ അയ്യോ. ഷിൻജാനെ കിട്ട നീ നിന്നോടാ എടാ നിൽക്കാൻ പറഞ്ഞേ. എന്തായാലും ഞാൻ പെട്രോൾ അടിച്ചാട്ടെ. അപ്പോൾ കഴിച്ച് നമ്മളിത് പെട്രോളൊക്കെ അടിച്ച് ഷിൻജാനൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കുറച്ച് ദൂരത്തോട്ടൊക്കെ പോകണം. ഷിൻജാൻ്റെ വീട് ഇവിടുത്തെ വില്ലേജിലാണെങ്കിൽ ഇത് ഇവിടെ നല്ല ദൂരമുണ്ട്. എന്തായാലും ഒരു മണിക്കൂറത്തെ യാത്ര ഉണ്ട്. 1 മണിക്കൂറില്ല, അരമണിക്കൂറുണ്ട്. അരമണിക്കൂറില്ല കേട്ടോ, അതിലും കൂടുതലുണ്ട്. എന്തായാലും 1 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. കഴിച്ച് അങ്ങനെ നമ്മളെ വില്ലേജിലേക്ക് എത്തിയാണ്. ഇത് കഴിഞ്ഞാൽ എൻ്റെ വീടാണ്.
ഈ പാലത്തിൻ്റെ അടിയിലല്ല, പാലത്തിൻ്റെ മേലെ പാലം കഴിഞ്ഞ അപ്പത്തുള്ള അടുത്തുള്ളത് എൻ്റെ വീടാണിത്. ഇതാണ് ഞാൻ വളർന്ന വീട്. ഓ വീട്ടിലോട്ട് കണ്ടിട്ട് തന്നെ എത്ര നാളായി. ഞാൻ ഇവിടെ കയറി ഇരിക്കട്ടാ നീ ഇവിടെ ഇരിക്കുക. ഒന്ന് വീടൊക്കെ ഒന്ന് നോക്കട്ടെ. ഓ ഈ വീടെന്താ ഇങ്ങനെ ഇരിക്കണേ? ആകെപ്പാട് ഇങ്ങനെ ആയില്ലേ. എന്തായാലും ഈ വീട് പൊളിയായിരിക്കണം. എൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മാറ്റിയാലോ. എന്താ ഇവിടെ ഇതാണ് എൻ്റെ കൃഷിത്തോട്ടം. ഇത് എൻ്റെ സ്വന്തത്തിലാണ്. പിന്നെ ഞാനിവിടെ ഒരുപാട് നാളായതുകൊണ്ട് ഇതിലൊന്നും വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കണത് മറ്റേ അവൻ്റെ പേരറിയാം. എനിക്കിവിടെ എൻ്റെ വില്ലേജിലുള്ള സിറ്റി കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. സിറ്റിയിലാണ് ഞാൻ വളർന്നത്. സിറ്റിയിലല്ലെങ്കിലും പഠിക്കാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഫ്രണ്ട്സ് ഉണ്ട്. ഇത് ഫുള്ളുള്ള എൻ്റെ കൃഷിത്തോട്ടാണ്. പിന്നെ ഇത് വിളവെടുത്തത് രോഹിത്തൊക്കെ എൻ്റെ കോളേജ് ഫ്രണ്ട്സാണ്. പിന്നെ ഇവിടെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. അവരൊക്കെ കൂടിയിട്ട് ഇവിടെ വിളവെടുക്കാറുണ്ട്. ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട് അവരോട്. അങ്ങനെ അവരെപ്പോഴും ചെയ്യുമെന്ന് എനിക്ക് തോന്നണം. അതുകൊണ്ടാണ് ഇത് ഇത്രയും നാളും ഇവിടെ മുളട്ടേണ്. എന്തായാലും നല്ല സാധനങ്ങളാണ്. ഞാനൊരു ഇത് കഴിച്ചോട്ടെ. കഴിച്ചു നോക്കി. അയ്യോ എൻ്റെ ബൈക്കാണേ അമ്പാലം മാറിപ്പോയിട്ടുണ്ട്. ക്യാമറ ആങ്കിളൊന്നും മാറ്റം പറയാം. ഷിൻജാന നിയന്ത്രണം ഇങ്ങനെയൊക്കെ വീട്ടിൽ പോയിട്ട് തിന്നിയാൻ നോക്കി. നീ ഇപ്പേ നിനക്കൊന്ന് തന്നാലേ നീ മേടിക്കുള്ള ഷിൻജാൻ ചേട്ടാ. എനിക്കൊന്ന് വിശ്രമിക്കാനാണ് കേട്ടോ. നമ്മൾ ഒരുപാട് നേരം യാത്ര ചെയ്തിട്ട് അത് പറഞ്ഞത് ശരിയാണ് ഷിൻജാനെ. നിനക്ക് അവരുടെ ഇങ്ങനത്തെ പേരിട്ട് അത് പറഞ്ഞത് ശരിയാണ്. പക്ഷേ എന്തായാലും നീ ഒന്ന് പോയി വീട്ടിൽ റെസ്റ്റ് എടുക്കടാ. ഇവിടെ ഒന്ന് രക്ഷ ഒരൊറ്റ തന്നാ അടിക്കല ഞാൻ തമാശക്കാണ്. പെട്ടുണ്ട് ഷിൻജാൻ. ദേശിളകിയാന്നൊക്കെയാണ്. ചെക്കനാള് മാറി. അയ്യോ ഞാനിപ്പോൾ എന്താ ചെയ്യും? ഞാൻ ബൈക്ക് എടുക്കട്ടെ. ഷിൻജാനെ ഞാൻ പറഞ്ഞു തമാശക്ക ഷിൻജാനെ നീ പേടിക്കല്ലേ. ഇതെൻ്റെ പച്ചത്തോട്ടാണ്. ഈ തോട്ടം കഴിച്ചാലോ. നിക്ക് ഇവിടെ വിളിച്ചേക്കാം. ഷിൻജാനെ നിങ്ങൾക്ക് അറിയാണ്ടാണ്. ഊതിനുള്ളി വലിച്ചേ ഇവിടെ എനിക്ക് കാണും. ഷിൻജാനെ നിന്റെ പെണ്ണാണെന്താ? പോയോ? ഇത്ര പെട്ടെന്ന് പോയോ? എന്തത്? ഈ ഷിൻജാനെ പക തീർന്നുണ്ടാവും. അവന് പക തീർന്നാൻ പോവും. സോറി ഞാൻ അറിയാതെ ചേട്ടൻ. പിന്നെ ഇവിടെ പോയിക്കണ എൻ്റെ ഒരു പകയോ. ദേശീയ ഷിൻജാനെ എന്താ നീ എവിടെ നോക്കട്ടെ അവനെ. ഞാനായിട്ടുള്ള വഴക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ ഈ സിറ്റി ഒന്ന് ഞാൻ എക്സ്പ്ലോർ ചെയ്തത്. ഇവിടെ ഒരു പെടാ സിറ്റിയാണ്. ഇവിടെ ഉള്ള ഏറ്റവും വലിയ സ്ഥലം എന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ വിളിക്കുന്നതുണ്ട് മരണമല എന്നാണ് ഞങ്ങൾ അതിനെ വിളിക്കാം. ഡെഡ് മൗണ്ടൻ ആണ് ഞങ്ങൾ ഇവിടെ വിളിക്കുന്നത്. ഞാൻ ഡെഡ് മൗണ്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണമല. ഹെൽ മൗണ്ടൻ എന്നും വിളിക്കും. മരണമല എന്നും ഞാൻ വിളിക്കും. ഹെൽ മൗണ്ടൻ എന്നും വിളിക്കും. പിന്നെ അതിൻ്റെ പേരുകളൊന്നും കിട്ടുന്നില്ല. അത്രയും നല്ല അപകടകാരി മലയും കേട്ടോ. ഡെഡ് മൗണ്ടൻ എന്നും വിളിക്കും. ഹെൽ മൗണ്ടൻ എന്ന് വെച്ചാൽ നരകത്തിൻ്റെ മല അതിനെയും വിളിക്കും. കാരണം അത്ര അപകടകാരിയാണ് ഈ മല. ഇവിടുന്ന് താലിട്ടിനി തന്നെ വീഴും. കണ്ടാ ഗസ് ഇവിടെ ഒരു വഴിയുണ്ട് ഡെഡ് മൗണ്ടന്. ഷിൻജാൻ എന്താ ഗായ്സ് ഞാൻ കാര്യം പറയാം. പിന്നെ ഈ സ്ഥലമില്ലേ ഇവിടെ കുറച്ച് മൗണ്ടനൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇന്നലെ വീണ സമയത്ത് എനിക്ക് നല്ല ഒരു വഴിക്കായിരുന്നു ശരിയായി. ഇതെൻ്റെ കോഴിയല്ലേ. അയ്യോ എനിക്ക് എന്തെങ്കിലും പറ്റിയില്ലല്ലോ. ഇവരുത്തെ കോഴികൾക്കൊന്നും പറ്റൂല. കാരണം അവരൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. അത് കുറച്ച് എക്സ്പെരിമെൻറ്റ്. പിന്നെ ഈ സ്ഥലത്ത് ഇതെൻ്റെ BMW ആണ്. ഇത് ഞാൻ ഇവിടുത്തല്ല, ഇതെൻ്റെ കൂട്ടുകാരൻ്റെ റെൻറ്റിന് എടുത്താണ്. പിന്നെ അത്രയേ ഉള്ളൂ. എൻ്റെ അധികം പൈസ ഒന്നും ഇല്ല. അപ്പം ആ പൈസ ATM കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. എന്തായാലും ഇത് അത്യാവശ്യം പവറുള്ള വണ്ടിയാണ്. പിന്നെ ഇതെൻ്റെ വണ്ടിയാണ്. ഇതെൻ്റെ കാറല്ലെങ്കിലും ഈ കാറിന് അത്യാവശ്യം പവറുള്ള കാറാണ്. ഇനി ഈ കാർ നല്ല ഡ്രിഫ്റ്റ് അടിക്കുന്ന എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു. എന്തായാലും ഞാൻ
ഈ കാറിൻ്റെ ഡോറൊക്കെ പോയിട്ടാണെങ്കിൽ ഞാൻ പുതിയത് വലിച്ചെടുക്കൂല. ഞാൻ ഇത് മോഡിഫിക്കേഷൻ ചെയ്യാൻ എനിക്ക് മോഡിഫിക്കേഷൻ ചെയ്യാനൊക്കെ ഒരു അതുപോലെ അറിയാം. എന്തായാലും ഞാൻ മോഡിഫിക്കേഷനിൽ കൂലിയാണ്. പിന്നെ ഈ കാറിന് നല്ല കാറായതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ മലയാണ വഴി ഞാൻ കാണിച്ചു തന്നതിന് ശേഷം നമുക്ക് ഈ വീഡിയോ വൈൻഡ് മല എന്ന് പറഞ്ഞാൽ ദ ഹെൽ മൗണ്ടൻ എത്തിയിരിക്കുന്ന നരകത്തിൻ്റെ മല എത്തിയിരിക്കുകയാണ്. ഇത് അങ്ങനെ തന്നെ അടങ്ങി. പിന്നെ ഞാൻ ഇതിൻ്റെ ഇഞ്ചറീസൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഈ മലയുടെ തുടക്കം ഇതല്ല, എന്നാലും ഇതിൻ്റെ മേലെ കൂടെ കയറിയ ഹെൽ മൗണ്ടൻ സ്റ്റാർട്ട് ചെയ്യണതല്ല. ഇതിൽ കൂടെ സൈക്കിളിൽ കൂടെ പോകണതാണ് ബെറ്റർ. എന്നാലും ഞാൻ ഇവിടുത്തെ BMW തന്നെ എടുത്ത്. ഈ BMW ഇഞ്ചറി വെച്ചു, നന്നായി ഇഞ്ചറി വെച്ചെന്നാ തോന്നണത്. ഇതിലൂടെ പതുക്കെ പോകണതാണ് നല്ലത് ബെറ്റർ. കാരണം എൻ്റെ അടി നോക്കിയേ കൊക്കെയാണ് അടിയിൽ. ഇതിൽ കൂടെ പോവാൻ തന്നെ അപകടമാണ്. ഷിൻജാനെ ഞാൻ കൊണ്ടുവന്നില്ല, കാരണം ഷിൻജാൻ എന്തെങ്കിലും പറ്റിയാലേ എനിക്കായിരിക്കും പ്രശ്നം. അതുകൊണ്ട് ഞാൻ ഷിൻജാനെ കൊണ്ടുവന്നില്ല. നല്ല അപകടമുള്ള ട്രിപ്പായിരുന്നു വേണ്ടി ഞാൻ ഷിൻജാനെ മാത്രം കൊണ്ടുവരുന്നില്ല. പോകണ്ട, ഇവിടെ ഞാൻ ഇപ്പോൾ തെല്ലത്ത് കൂടി വണ്ടി ഓടിക്കണം. ശരിയാ പൂഴാൻ പോയതോ. എന്തായാലും ഈ വീഡിയോയിലത്തെ ഹെൽ മൗണ്ടൻ ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന് വിചാരിച്ചേ. ഞാനിവിടുന്ന് ചാഴ്ചാവാൻ പോകുന്നു. എനിക്കൊന്നും പറ്റിയില്ല. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഇത്രയുള്ള വീഡിയോ നമ്മളുടെ. ഈ വീഡിയോ ഒരുപാട് നേരം നീണ്ടു നിന്ന് ഒരു കുഞ്ഞ വീഡിയോ ആയിട്ട് ഞാനത് കുറച്ച് നേരം നീട്ടി വെച്ചത് കൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.